നമസ്കാരം. കടത്തനാടിന്റെ മണ്ണിൽ ഇനി തെയ്യക്കാലം. മണ്ണിന്റെയും മനുഷ്യന്റെയും കഥ പറയുന്ന തെയ്യക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വേളം പഞ്ചായത്തിലെ കാക്കുനി ഉമ്മിയംകുന്നുമ്മൽ ക്ഷേത്രം. തെയ്യം എന്നത് വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപമാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കാക്കുനി ഉമ്മിയംകുന്നുമ്മൽ ക്ഷേത്രത്തിലെ തിറ മഹോത്സവം ഒക്ടോബർ 18 ശനിയാഴ്ച ആരംഭിക്കുകയാണ്. പിന്നീട് കടത്തനാടിലെ തിറ ഉത്സവങ്ങൾക്ക് തുടക്കമാവും. നമസ്കാരം, ഞാൻ ഹരീഷ് പണിക്കർ, അരൂർ തെയ്യങ്കലാകാരനാണ്. അതുപോലെ കടത്തനാട്ടിലെ തിറയോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉമ്മിയംകുന്ന് ക്ഷേത്രത്തിലെ തിറയോത്സവം ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ തുലാവ് 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് അവിടെ തെയ്യം നടന്നു വരുന്നത്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ചാലോറ ഇല്ലത്തു നിന്നും അവിടുത്തെ ഒരു കാരണവരുടെ കൂടെ ദൈവവും അവിടത്തേക്ക് വന്നെന്നാണ് അടുത്ത ഐതിഹ്യം. മുതലാണ് അവിടെ ഈ ക്ഷേത്രം ഉണ്ടാക്കി അവിടെ അതിനെ പ്രതിഷ്ഠ ചെയ്ത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ക്ഷേത്രങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തലമുറകളായിട്ട് ഇങ്ങനെ നടത്തിപ്പോരുന്നതാണ്. വടകര താലൂക്കിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. അവിടെ ചാലോറ കരിങ്കുട്ടിച്ചാസൻ എന്ന് പറഞ്ഞ കുട്ടിച്ചാസനും പിന്നെ കരിയാത്തൻ തലശ്ശേരിൽ എന്നിങ്ങനെ 2 പരദേവതമാരും ഗുളികനും വിഷ്ണുമൂർത്തിക്ക് തെയ്യമില്ല, വെള്ളാട്ടം മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ്. തുലാവ് 1 മുതൽ 4 തീയതി വരെ ഭക്തന്മാരുടെ വകയുണ്ടാകുന്ന നേർച്ച വെള്ളാട്ടുകളാണ് നടത്തുന്നത്. 5 തീയതി ക്ഷേത്രം വക ഒരു വെള്ളാട്ടോടു കൂടിയാണ് ക്ഷേത്രത്തിൻ്റെതായിരിക്കുന്ന അടിയന്തരങ്ങൾ തുടങ്ങുന്നത്. 6 തീയതി നട്ടത്തറ കൊടിയേറ്റം, അതുപോലെ 7 തീയതി ഇളനീർ വരവ്, ശേഷം വെള്ളാട്ടുകൾ, 8 തീയതി രാവിലെ മുതലേ തറകൾ, വൈകുന്നേരത്തോടുകൂടി സമാപനം. പള്ളിവേട്ട എന്ന് പറഞ്ഞ ചടങ്ങോടുകൂടി സമാപനം. അതുണ്ടാകും. പള്ളിവേട്ട ഗുരുതിയോടുകൂടി സമാപനം. 8 തീയതി വൈകുന്നേരത്തോടുകൂടി, 8 തീയതി എന്ന് പറഞ്ഞാൽ തുലാ 8, മലയാളം 8, ഇംഗ്ലീഷ് ഒക്ടോബർ 25 തീയതിയോടുകൂടി വൈകുന്നേരത്തോടുകൂടി എല്ലാം സമാപിക്കും. കടത്തനാട്ടിലെ നിരവധി ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും തിറയുത്സവങ്ങൾക്ക് ശേഷം കടമേരി ശ്രീ പരദേവതാ ക്ഷേത്രത്തിലാണ് ഉത്സവങ്ങൾക്ക് സമാപനം കുറിക്കുന്നത്.